സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ചിട്ടു? കൃത്യമായ കാരണമുണ്ട്. ഇതുവരെ അവർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കാശ്മീരിലേക്കായാലും ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായാലും സധൈര്യം, ഒരു ബുദ്ധിമുട്ടും വിഷമവും കൂടാതെ നല്ല കോൺഫിഡൻസോടുകൂടി, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള ധൈര്യത്തോടുകൂടി എല്ലാവരും യാത്ര ചെയ്യാറുണ്ട്, പോകാറുണ്ട്, ആസ്വദിച്ച് വരാറുണ്ട്. അതാണ് സത്യം. പക്ഷേ ഇനി മുതൽ നമുക്കങ്ങനെ പോകാൻ പറ്റുമോ? പ്രത്യേകിച്ച് കാശ്മീരിലേക്ക് പോകാൻ പറ്റുമോ? ഒന്ന് ആലോചിക്കണം. എന്തുകൊണ്ട്, എന്തിന് ഈ ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ ലാക്കാക്കി? 2021 ശേഷം ആണ് കാശ്മീരിലേക്കുള്ള ഈ വിനോദസഞ്ചാര വർധനവ് അടിക്കടി കൂടി വന്നത്. ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാർ മാത്രമായിരുന്നു 2021 കാശ്മീരിലേക്കുള്ള യാത്ര. കേന്ദ്ര ഗവൺമെൻറ് 370 എന്നുള്ള ആ ഒരു നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയോ അത് എടുത്തു മാറ്റുകയോ ചെയ്തതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കാശ്മീരിൽ സ്ഥലങ്ങൾ എടുക്കാമെന്നും കുറച്ച് ഇളവുകൾ ആ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കുറേ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടും ഉണ്ട് തന്നെ. ഒരു കാരണം കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ വർധനവ് വളരെ കൂടുതൽ കാശ്മീരിലേക്കുണ്ടായി. മുമ്പ് 6 ലക്ഷം മാത്രമായിരുന്നെങ്കിൽ 2024 36 ലക്ഷത്തിലധികം ആൾക്കാരാണ് പോയത്. അതിനേക്കാളും എത്രയോ ഇരട്ടി ഈ 2025 ഏപ്രിൽ ആകുമ്പോഴേക്കും ആയിക്കഴിഞ്ഞു. ഇനിയും ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ, അതായത് സീസൺ കാലത്ത് തന്നെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ടൂറിസ്റ്റുകളുടെ വർധനവ് കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം വളരെ ഉയർത്തി എന്നുള്ളതാണ്. സാധാരണ നിലയിൽ കാശ്മീരിലെ സാധാരണ ആൾക്കാർ ഇന്ത്യ ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ ഇന്ത്യയോടോ അത്ര നല്ല മാനസികമായ അടുപ്പം ഉള്ളവരായിരുന്നില്ല, പ്രത്യേകിച്ച് പട്ടാളക്കാരും മറ്റുള്ള പ്രശ്നങ്ങളായാലും. പക്ഷെ ഇപ്പോഴും ഈ വിനോദസഞ്ചാരം വർദ്ധിപ്പിച്ചതും അവരെ ജീവിത നിലവാരം ഉയർത്തിയതും സാമ്പത്തിക നിലവാരം ഉയർത്തിയതും സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതും ഈ ടൂറിസം ആയതുകൊണ്ട് അതിനെ വളർത്തുക എന്നുള്ളതും അവരുടെയും ഒരു ലക്ഷ്യമാണ്. അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോഴും മാനസികമായി ഇന്ത്യക്കാരുടെ ഈ ടൂറിസത്തിനെ ആഗ്രഹിക്കുന്നതുകൊണ്ട്, അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാനസികമായി ഇന്ത്യയുടെ കൂടെ ആവാൻ തുടങ്ങി. ഇത് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഭീകരവാദികൾക്കോ വലിയൊരു തിരിച്ചടിയായി. ഈ ടൂറിസ്റ്റുകളുടെ ആധിക്യം, ടൂറിസ്റ്റുകളുടെ വർധനവ് ഈ സാധാരണ കാശ്മീരികളുടെ ജീവിത നിലവാരം ഉയർത്തി, അവരുള്ള വരുമാനങ്ങൾ വളരെ വർദ്ധിച്ചു. സാധാരണ അവിടെ തന്നെ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ലോണിന് സാധാരണ അപേക്ഷിക്കുന്നതും ലഭിക്കുന്നതും കാറിനാണത്രേ. അത്രക്ക് ടാക്സി വാഹനങ്ങളാണ് ആ സംസ്ഥാനങ്ങളിൽ ഓടുന്നത്. വെറും ജമ്മു കാശ്മീരിന് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമേ കാശ്മീരിലെ നിരത്തുകളിൽ കാണാൻ കഴിയൂ, മറ്റ് സംസ്ഥാനങ്ങളിലെ കാണാൻ കഴിയില്ല. ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ വളർച്ചയും സാമ്പത്തിക വളർച്ചയും അവരെ മാനസികമായി ടൂറിസം വർദ്ധിക്കണം എന്നുള്ള ചിന്താഗതിയിലേക്ക് അവരെത്തി. മാനസികമായുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനത്തിലെ ടൂറിസ്റ്റുകളോടുള്ള ആയതുകൊണ്ട് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ സാധാരണ കാശ്മീരികളിലെ എതിർപ്പ് പാകിസ്ഥാനോടുണ്ടാവും, അല്ലെങ്കിൽ തീവ്രവാദികളുള്ള ഒരു സപ്പോർട്ട് കുറയും എന്നുള്ള തോന്നൽ ആർക്കുണ്ടായി? പാകിസ്ഥാനുണ്ടായി. അതുകൊണ്ട് തന്നെ സാധാരണ കാശ്മീരികളുടെ മനോഭാവം ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചായാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ വിനോദസഞ്ചാരം കുറക്കണം, അത് നിലക്കണം, വിനോദസഞ്ചാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒറ്റ തീരുമാനത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാരികളെ ലാക്കാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും ചെയ്യേണ്ടതും ഈ തീവ്രവാദികളുടെ നിലപാടിനെ, അല്ലെങ്കിൽ അത് തുടച്ചു മാറ്റാൻ നമ്മൾ എന്ത് കരുത്തും എന്ത് പിന്തുണയും നമ്മൾ നൽകേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണക്കാരായ നമ്മൾ പല സ്ഥലങ്ങളിലും പല
ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ മഞ്ഞുമലയിലേക്ക് നമ്മൾ പോകാറുള്ളത്. മഞ്ഞുമലയുടെ ആ ഒരു ആകർഷകത്വം അത്ര ഭയങ്കരമാണ്. അതേ മഞ്ഞുമല നമ്മൾക്ക് ഇവിടെ കാശ്മീരിൽ കാണാൻ പറ്റും. വെറും അതിൻ്റെ 10 പൈസ മാത്രം ചിലവഴിച്ച് നമ്മൾ പോകണം. ഇനിയും കാശ്മീരിലേക്ക് പോകണം. ഇന്ത്യയുടെ മുഴുവൻ സപ്പോർട്ടും സാധാരണ നല്ലവരായ കാശ്മീരികൾക്ക് കൊടുക്കണം. കാശ്മീരികൾ നല്ല ആക്റ്റീവാണ്, നല്ല സപ്പോർട്ടാണ്, നല്ല സ്വഭാവക്കാരാണ്. നമ്മളെല്ലാം ഒരു അഭിപ്രായത്തിൽ നമുക്കെല്ലാം കിട്ടിയ അവിടുന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നല്ല ഒരു സൽസ്വഭാവികളായ കാശ്മീരികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയധികം ടൂറിസ്റ്റുകൾ ഈ കാശ്മീരിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ആശങ്കയായിരുന്നു. ഞാൻ വേണ്ടി അന്വേഷിച്ചു. ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ സാധാരണ ഇവിടെ 1500 1000 കിട്ടുന്ന മുറികൾ അവിടെ 5000 6000 രൂപയാണ് ഒരു ദിവസത്തെ ഒരു രാത്രിക്ക് മാത്രം വാങ്ങുന്നത്. കാരണം അവിടെ സൗകര്യങ്ങളില്ല. അത് 2 മാസം മുമ്പേ ബുക്ക് ചെയ്യണം. പലരും അതും കിട്ടാത്തത് കൊണ്ട് തന്നെ ഹൗസ് ബോട്ടുകളിലാണ്. 100 കണക്കിന് ഹൗസ് ബോട്ടുകൾ അവിടെയുണ്ട്. ആ ഹൗസ് ബോട്ട് രാത്രി മാത്രം, പുറത്ത് പകൽ സഞ്ചരിക്കാനോ മറ്റുമല്ല, നിർത്തിയിട്ട ഹൗസ് ബോട്ടിൽ ഒരു രാത്രി താമസിക്കുന്നതിനും 4000 5000 6000 രൂപയാണ് വാടകമാണ്. താമസിക്കാനില്ല. അവിടുത്തെ ഹോട്ടലുകാരോട് ചോദിച്ചു, ഇത്രയും ആൾക്കാർക്ക് താമസിക്കാൻ ഹോട്ടലുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ടൂറിസ്റ്റുകൾ വരുമെന്ന് ചോദിച്ച സമയത്ത് കെട്ടിടങ്ങൾ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്, അടുത്ത് തന്നെ അതെല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയാണ് ഹോട്ടലുകാർ തരുന്നത്. വരും, ശരിയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പലരും അവിടെ സ്ഥലങ്ങൾ എടുക്കാൻ തുടങ്ങി എന്നുള്ള ഒരു അറിവും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനി കാലം കഴിയും തോറും നമുക്ക് ആ ഒരു മാറ്റം കാണും. കൂടുതൽ ആൾക്കാർക്ക് ഈ ഭീകരതയുടെ ആ ഒരു ഭീഷണി മാറിക്കിട്ടിയാൽ തന്നെ അത് ശരിയാവും. സുഹൃത്തുക്കളെ, നമ്മൾ ജാതി മത ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഹിന്ദു മുസ്ലിം എന്നുള്ളതിലപ്പുറം കോൺഗ്രസ് BJP മാർക്സിസ്റ്റ് എന്നതിലും അപ്പുറം നമ്മൾ ഒറ്റക്കെട്ടാന്ന്, ഒറ്റ ഭാരതീയരാണ്, അല്ലെങ്കിൽ നമ്മൾ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ചിന്താഗതിയോടെ ഈ ഭീകരതക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അനുസരിച്ചുള്ള ഒരു മാനസിക പിന്തുണയെങ്കിലും എല്ലാവരും നൽകണം എന്നുകൂടി അഭിപ്രായപ്പെടുന്നു.